ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ വെച്ചിട്ട് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 1 കിലോനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്ന ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വേണം എടുക്കാനായിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇതിൻ്റെ ആ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പൈനാപ്പിൾ ഇതാ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പൈനാപ്പിൾ നടുവിലുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് വേണം ഇതുപോലെ കട്ടാക്കി എടുക്കാനായിട്ട്. ഇത് മൊത്തത്തിൽ ഒരു കുക്കറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. എനിക്കിത് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് കറക്റ്റായിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു പൈനാപ്പിളിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങിയിട്ട് വരും. ഇനി അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൊറിച്ചിലും അതുപോലെ വയറിന് വരുന്ന ഒരു വയറുവേദന ഒന്നും ഉണ്ടാകില്ല. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാം. ഫ്രീസറിൽ ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ജ്യൂസാക്കി എടുത്താലും മതിയാകും. ഇതുപോലെ മൊത്തത്തിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയും കൂടി ചെയ്യുക. കാരണം ഇതിൽ ചെറിയ തരികൾ മാത്രമേ ഉണ്ടാകുള്ളൂ. വേവിച്ചെടുത്തോണ്ട് തന്നെ അധികം തരികളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയും കൂടി ചെയ്യാം. പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ജ്യൂസിലേക്ക് കുറച്ച് പൈനാപ്പിളിനും ജെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്ക് ജെല്ലി ചേർക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാകും. നിർബന്ധമില്ല, നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ജെല്ലി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഈ രീതിയിൽ വേവിച്ച് ചെയ്ത് നോക്കാത്തവരെ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്